നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു സ്ഥലപ്പേര് ഉണ്ടാകില്ല. അയോധ്യ. പതിറ്റാണ്ടുകൾ നീണ്ട കോടതി വ്യവഹാരത്തിനൊടുവിലാണ് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനമായത്. ഇപ്പോഴിതാ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിനെ ചൊല്ലിയും രാഷ്ട്രീയ പോര് മുറുകുകയാണ്. ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ BJP രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്നാണ് പ്രധാന ആരോപണം. ചടങ്ങിൻ്റെ മതപരമായ പ്രാധാന്യത്തെക്കാൾ രാഷ്ട്രീയ അവസരമാക്കി മാറ്റി നേട്ടം കൊയ്യാനാണ് BJP ശ്രമിക്കുന്നത് എന്നാണ് വിമർശനം. അതേസമയം ചടങ്ങിലേക്കുള്ള ക്ഷണം രാഷ്ട്രീയ പാർട്ടികളെയും വെട്ടിലാക്കിയിട്ടുണ്ട്. കോൺഗ്രസ്സാണ് വലിയ ആശയക്കുഴപ്പം നേരിടുന്നത്. ചടങ്ങിലേക്കില്ല എന്ന് CPIM വ്യക്തമാക്കി കഴിഞ്ഞു. പല പ്രതിപക്ഷ പാർട്ടികൾക്കും വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുകൾ ആണ് ഉള്ളത്. ദ ഇലക്ഷൻ ചാനൽ ഇന്ന് ചർച്ച ചെയ്യുന്നു രാമക്ഷേത്രത്തിന്റെ രാഷ്ട്രീയം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റൈറ്റ്. ദ ഇലക്ഷൻ ചാനലിൽ ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും മനു ഭരത്താണ്. മനു, ഒരു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ സൂചിപ്പിക്കുന്നത് പോലെ ഈ ദേവാലയങ്ങളും ആരാധനയും ജാതിയും മതവും എല്ലാം ഇഴകലർന്ന് ചേർന്ന് നിൽക്കുന്ന ഒരു പാരമ്പര്യം ആണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് മതത്തെ മാറ്റി നിർത്തുക എന്നത് പ്രായോഗികമല്ല. അപ്പോൾ പോലും ഒരു തീർത്ഥാടന കേന്ദ്രം അല്ലെങ്കിൽ ഒരു വിശ്വാസ കേന്ദ്രം ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത് അയോധ്യ മാത്രമാണ്. അത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റൊരു കേന്ദ്രവുമില്ല എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും. അത് അഭിലാഷ്, ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ മോഡേൺ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയം എന്നത് നമ്മൾ പ്രധാനമായും ആധുനിക രാഷ്ട്രീയം യൂറോപ്പിലൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ചില പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്സിൻ്റെ മാതൃക ഇവിടെയും പിന്തുടരണം എന്ന് വാശി പിടിക്കുന്നതിലൊരു കാര്യമില്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൻ്റെ തൊട്ടായിക്കോട്ടെ പലപ്പോഴും ഈ മതത്തിൻ്റെയും അതുപോലെ മത പരിപാടികളുടെയും ഒക്കെ വലിയ ഇൻഫ്ലുവൻസ്, അതിൻ്റെ സ്വാധീനം ഇതിലുണ്ടായിരുന്നു. ഇപ്പോൾ ബാലഗംഗാധര തിലകൻ ആയിക്കോട്ടെ, അദ്ദേഹം ഈ വിനായക ചതുർത്ഥി ദിവസം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഘോഷയാത്രകളൊക്കെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് തിരിച്ചുവിടുന്നു. കൽക്കട്ടയിലാണെങ്കിൽ കാളി പൂജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ ആളെ കൂട്ടാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനം അത് ഒരു മതവുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നു. അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ വരുമ്പോൾ ഈ മതത്തിന് ഒരു പ്രാധാന്യം ഇന്ത്യൻ രാഷ്ട്രീയം എല്ലാ കാലത്തും നൽകിയിട്ടുണ്ട്. അതിനെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മുടെ ആധുനിക ഇന്ത്യയുടെ ശില്പികൾ എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന നെഹ്റു ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡോക്ടർ BR അംബേദ്കർ ആയിക്കോട്ടെ, ഇവരൊക്കെ ഒരു വ്യത്യസ്തമായൊരു മാതൃക, കുറെ കൂടി ഈ മതങ്ങളുടെ സ്വാധീനം കുറച്ചുകൊണ്ടുള്ളൊരു മാതൃക നൽകുമ്പോഴും ഇതിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാകാൻ കഴിയുന്നില്ല. ഇപ്പം അംബേദ്കർ ആണെങ്കിലും അദ്ദേഹം ബുദ്ധിസം സ്വീകരിക്കുകയും നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടെ ഗോ സംരക്ഷണത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ രാജ്യത്തിൻ്റെ ചില ആന്തരികമായ വശങ്ങളാണ് എന്ന് കൂടി മനസ്സിലാക്കാൻ പരാജയപ്പെടുന്നിടത്ത് രാഷ്ട്രീയം ഒരു പക്ഷേ വിജയിക്കണം. അതിപ്പോൾ രാഷ്ട്രീയമാകട്ടെ ശാസ്ത്രമാകട്ടെ എന്ത് തന്നെയാണെങ്കിലും ഇത്തരം വിമർശനങ്ങളുണ്ട്. ഒരുപക്ഷെ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത് ഏറ്റവും ഒടുവിൽ ISROയുടെ ചന്ദ്രയാൻ ദൗത്യം ഉൾപ്പെടെ നടത്തുമ്പോൾ അതിന്റെ മോഡൽ ഈ തിരുപ്പതി ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നു, അവിടെ പൂജ നടത്തുന്നു. അത് വലിയ വിമർശനത്തിന് ഇട വെച്ചിരുന്നു. അതായത് ഈ ശാസ്ത്രജ്ഞർ തന്നെ ഇങ്ങനെ ദേവാലയങ്ങളിൽ പോവുക, പൂജകൾ ആരാധനകളൊക്കെ നടത്തുക, അത്തരം മോഡലുകൾ, അതായത് ഈ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപഗ്രഹത്തിന്റെ ഒരു മോഡലുമൊക്കെ ആയിട്ടാണ് പോയത്. അന്ന് ISROയുടെ ചെയർമാൻ ഈ ചോദ്യത്തിന് നൽകിയ മറുപടി, ഇത് അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ ആരാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്? ഈ കണ്ടുപിടിച്ചവർ തന്നെയല്ലേ ഈ ക്ഷേത്രങ്ങളിൽ പോകുന്നത്? അതുകൊണ്ട് ആരാധനയെയും വിശ്വാസത്തെയും ഒക്കെ ഈ നിലയിൽ കാണേണ്ടതുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഒരു പക്ഷേ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ആരാധനക്രമങ്ങൾ ഉണ്ടാകാം, ജീവിത രീതികൾ ഉണ്ടാകാം, മതപരമായി വിശ്വാസം ഉള്ളവരുണ്ടാകാം, അത്തരത്തിൽ വിശ്വാസം ഇല്ലാത്തവരുമുണ്ടാകാം. ഇതൊക്കെയാണ് ഇന്ത്യ എന്ന ജനാധിപത്യത്തിന് രാജ്യത്തിൻ്റെ ഒരു പൊതു സ്വഭാവം. എന്തായാലും മനു, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇലക്ഷൻ ചാനൽ ഇനിയും ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടി വരും എന്നാണ്. കാരണം ഇപ്പോഴും നമ്മൾ ഇലക്ഷൻ ചാനലിൻ്റെ ഈ എപ്പിസോഡിൽ നിൽക്കുമ്പോഴും വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കടക്കം
ഈ വിഷയത്തിൽ എന്ത് സ്വീകരിക്കണമെന്നൊരു കൃത്യമായ ബോധ്യമില്ല. അതെ, ഇതിൽ ഒരു പ്രധാന കാര്യം ഈ രാമക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള തർക്കം കുറെ കാലമായി നീണ്ടു നിൽക്കുന്നതാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ തന്നെ അത് ഒരു വലിയ ചർച്ചാ വിഷയമായി ഉയർന്നു വരികയും ഇന്ത്യൻ രാഷ്ട്രീയത്തെ പലപ്പോഴും ഇളക്കി മറിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് പല ഘട്ടങ്ങളിൽ എടുത്ത നിലപാടുകൾ ചിലപ്പോൾ തിരിച്ചടികളായിട്ടുണ്ട്, ചിലപ്പോൾ അനുകൂല ഘടകങ്ങളായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുകളെ അത് വല്ലാതെ സ്വാധീനിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ ഇന്ത്യയുടെ പിതാവ് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് നമ്മൾ പറയുന്ന നമ്മളുടെ മഹാത്മജി, അദ്ദേഹം പോലും ഒരു കരുത്തായി ഉയർത്തിപ്പിടിച്ച ഒരു പ്രതീകമായിരുന്നു ശ്രീരാമൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആത്മാവുമായി വളരെയധികം അഭേദ്യമായ ഒരു അടുപ്പം ഈ ഒരു വിശ്വാസം, ഈ ഒരു സങ്കല്പത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസത്തിൽ നിന്ന് വേർപെട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയം പറയാൻ അത് ജനങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പമല്ല. ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ പോലും അവർക്ക് ഈ രാമക്ഷേത്രവുമായി അവരുടെ പ്രാഥമിക ആവശ്യം, നമ്മൾ പലപ്പോഴും എക്കണോമിക്സിൽ പറയാറുണ്ട്, അത് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും അതുപോലുള്ള സൗകര്യങ്ങളാണ് എന്നൊക്കെ പറയുമ്പോഴും അതിനോടൊപ്പം തന്നെ ഇന്ത്യ വിശ്വാസങ്ങളെയും ചേർത്ത് പിടിച്ചിരുന്നു എന്നതാണ് രാഷ്ട്രീയത്തിൽ നമ്മൾ. ഒരുപക്ഷെ ശശി തരൂർ ഏറ്റവും ഒടുവിൽ പറഞ്ഞൊരു കമന്റ് അത് തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് ഈ ക്ഷേത്ര നിർമ്മാണമോ ഒന്നുമല്ല. അത് മാത്രമല്ല, പിന്നെ ഇവിടെ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു എക്കോണമി, നമ്മുടെ രാജ്യത്ത് പലപ്പോഴും ഈ ഒരു രാജ്യനീതി അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വരൾച്ച വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നു, ആ ഘട്ടങ്ങളിലൊക്കെ രാജാക്കന്മാർ ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് ഈ പ്രധാനമായും ആളുകൾക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്നതിന് പകരം അവർക്കൊരു ജോലി കൊടുത്തുകൊണ്ട് അവർക്ക് ഈ ധാന്യപ്പുര വെയർഹൗസിൽ നിന്നുള്ള സ്റ്റോക്കുകൾ ആളുകൾക്ക് കൊടുക്കാനും ഒക്കെ ഈ ക്ഷേത്ര. അപ്പോൾ ആ മൊത്തത്തിൻ്റെ ഒരു മൂഡ് ചേഞ്ചർ എന്ന് പറയാൻ പറ്റും. കാരണം ഇപ്പോൾ മഴയില്ല, അല്ലെങ്കിൽ ക്ഷാമം, മഴ അമിതമായി പെയ്തു, ഇതിൻ്റെ ഭാഗമായി കൃഷി നശിച്ചു എന്നൊക്കെ വരുന്നൊരു ഘട്ടത്തിൽ രാജാവ് നേരത്തെ ശേഖരിച്ചു വെച്ചിട്ടുള്ള ധാന്യങ്ങൾ വിതരണം ചെയ്യാൻ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടു. അതുപോലെ പലപ്പോഴും ഈ ക്ഷേത്രങ്ങൾക്കാണ് കൃഷിസ്ഥലങ്ങളും മറ്റതും കൊടുത്തത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പഠന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നികുതി പിരിവുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ക്ഷേത്രം നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ തുറങ്ങളും, അത് എക്കോണമി ആയിക്കോട്ടെ, അത് രാഷ്ട്രീയമായിക്കോട്ടെ, അത് സാമൂഹികമായിക്കോട്ടെ, അത് നമ്മുടെ മറ്റ് സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയമായ വിഷയങ്ങളിലായിക്കോട്ടെ, എല്ലാറ്റിൻ്റെയും കേന്ദ്രബിന്ദുവായി ഒരു ദീർഘകാലം വർത്തിച്ചു എന്നതാണ് രാഷ്ട്രീയത്തിലും ഇതിൻ്റെ പ്രസക്തി നമ്മൾ ഉയർത്തിക്കുന്നത്. എന്തായാലും അത്തരം ക്ഷേത്രങ്ങളെ സംബന്ധിച്ചും ക്ഷേത്ര ആരാധനകളെ സംബന്ധിച്ചുമൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ള സമൂഹം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിലേക്കടക്കം സവർണ വിഭാഗങ്ങൾക്ക് മാത്രമായിരുന്നു പ്രവേശനം എന്ന വിമർശനം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. കാലാനുസൃതമായ മാറ്റങ്ങൾ പലപ്പോഴും ഈ ആരാധനാക്രമങ്ങളിൽ അടക്കം വന്നിട്ടുണ്ട് എന്ന് ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു, ക്ഷേത്ര പൂജകളെ സംബന്ധിച്ച് ഒക്കെയുണ്ട്. അത്തരത്തിൽ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. എങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അയോധ്യയും രാമക്ഷേത്രവും പലപ്പോഴും ചർച്ചാ വിഷയമായിരുന്നു. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ അത് തെരഞ്ഞെടുപ്പുകളിൽ വിജയത്തിനും പരാജയത്തിനുമൊക്കെ വഴിതെളിച്ചിട്ടുള്ള ഒന്നാണ്. എന്തായാലും നമുക്ക് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ അതിൽ എടുത്തു പറയേണ്ടത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട സമൂഹം ആണ് ഉള്ളത്. അതിൽ ഹിന്ദു മതമുണ്ട്, ക്രിസ്ത്യൻ മതമുണ്ട്, ഇസ്ലാം മതമുണ്ട്, ജൈനരും സിഖുകളും പാഴ്സികളും ഒക്കെയുണ്ട്, യഹൂദരുടെ പേരുകൾ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉണ്ട് എന്നതെല്ലാം നമുക്കറിയാം. ബുദ്ധന്മാരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ മത വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ കൂടിയുണ്ട് നമ്മുടെ രാജ്യത്ത്. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ത്യയിലെ 7 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അയോധ്യ എന്നതാണ്. മനു, അത് ഇവിടെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു വലിയ കാര്യം, നമുക്ക് പല പിന്നെ ദൈവത്തെ സംബന്ധിച്ച സങ്കല്പങ്ങളുണ്ട്. ഇപ്പോൾ ശ്രീകൃഷ്ണനായാലും ശ്രീരാമനായാലും അതുപോലെ വിഷ്ണുവിൻ്റെ മറ്റ് അവതാരങ്ങളും ഒക്കെ നമുക്ക് ആരാധനാമൂർത്തികളാണ്. പക്ഷേ ഇവിടെ രാമക്ഷേത്രത്തിൻ്റെ ഒരു സവിശേഷത, ഇവിടെ ഏറ്റവും കുഞ്ഞായിട്ടുള്ള രാമനാണ്. അപ്പോൾ ഈ ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവങ്ങളെ ഏറ്റവും കുഞ്ഞായിരിക്കുന്ന കാലത്ത് ഉള്ള ആ ഒരു ദൈവസങ്കല്പത്തെ വളരെയധികം അവർ ഉൾക്കൊള്ളുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയും. ശ്രീകൃഷ്ണനായാലും ബാലകൃഷ്ണനാണ്. നമുക്ക് ഈ പേരുകളിൽ ഏറ്റവും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പേര് ബാലകൃഷ്ണനാണ്, അല്ലെങ്കിൽ കണ്ണൻ, ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഉണ്ണി എന്ന് പറയുന്നതൊക്കെ
മുരുകന്റെ ക്ഷേത്രങ്ങളിലും ഒക്കെ അതെ അവിടെ അങ്ങനെയാണ്. ഇപ്പൊ നമ്മള് അയ്യപ്പ ഭക്തരുടെ ഇടയിൽ നോക്കി നമുക്ക് മണികണ്ഠൻ എന്നുള്ള പേര് അത്രയും വ്യാപകമാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് എന്താന്ന് വെച്ചാൽ ഏറ്റവും കുഞ്ഞായിരിക്കുന്ന കുട്ടികളായിരിക്കുന്ന ആ ദൈവിക സങ്കല്പങ്ങളെ അത് വല്ലാതെ നമ്മുടെ രാജ്യം എന്തുകൊണ്ടോ ചേർത്ത് പിടിക്കുന്നതാണ്. അപ്പൊ ഈ രാമക്ഷേത്രത്തെ സംബന്ധിച്ച് ഇവിടെയും ആ ഒരു വൈകാരിക തലം ഇനിയും വർദ്ധിക്കാൻ പോകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് കുഞ്ഞായിരിക്കുന്ന രാംലല എന്ന് പറയുന്നത് രാമന്റെ ജന്മസ്ഥലമാണ്. അപ്പൊ കുട്ടിയായിരിക്കുന്ന ശ്രീരാമൻ അത് വലിയ ഒരു അടുപ്പം ഈ ദൈവവിശ്വാസികൾ പ്രത്യേകിച്ച് ഈ ഹിന്ദുമത വിശ്വാസികളുമായി ഉണ്ടാകും എന്നതാണ്. ഇപ്പോൾ ഗുരുവായൂരപ്പനെ പോലും നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോഴും അതിൻ്റെ ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട സിനിമകളൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഗുരുവായൂരപ്പൻ ആളുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ചെറിയ കുഞ്ഞൊക്കെ ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സങ്കല്പം കൃഷ്ണൻ എന്ന് പറയുന്നത് ചെറിയ കുഞ്ഞ് അല്ലെങ്കിൽ ശ്രീരാമൻ എന്ന് പറയുന്നത് ചെറിയൊരു കുഞ്ഞ് എന്നുള്ളൊരു സങ്കല്പം വരുമ്പോൾ അത് ഭയങ്കരമായ ഒരടുപ്പം ആളുകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും അതുപോലെ പ്രായമായവർക്കും ഉണ്ടാകും എന്നതുകൂടി നമ്മളിവിടെ പരിഗണിക്കേണ്ടത്. തീർച്ചയായും അത് തന്നെയാണ് അയോധ്യയുടെ പ്രാധാന്യം. നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാമായണവും മഹാഭാരതവുമാണ് രണ്ട് ഇതിഹാസങ്ങൾ. അതിൽ തന്നെ രാമായണം അനുസരിച്ച് രാമന്റെ ജന്മസ്ഥലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇടമാണ് ഈ രാമജന്മഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അയോധ്യ. ഈ അയോധ്യയിൽ രാമക്ഷേത്രം ഇപ്പോൾ നിർമ്മിക്കാനുണ്ടായ സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് നമുക്ക് ആരംഭിക്കേണ്ടത് ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലേക്കൊക്കെ പോയി വേണം നമുക്ക് ആ ഇന്നലകളിലേക്ക് ചരിത്രത്തിലേക്ക് പോകാൻ. പക്ഷേ ഇപ്പോൾ ഈ അടിയന്തിരമായി അല്ലെങ്കിൽ കോടതി വ്യവഹാരത്തിലൂടെ എങ്ങനെയാണ് ഈ രാമക്ഷേത്ര നിർമ്മാണത്തിലേക്ക് എത്തിയത് എന്ന് പരിശോധിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നത് 1949 ഡിസംബർ 22, 23 തീയതികൾ. അതായത് ഇത് ഒരു പുലർച്ചെ എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ അർദ്ധരാത്രിയോടെ എന്ന് തന്നെ പറയാൻ സാധിക്കുന്നു. അയോധ്യയിലെ ബാബറി മസ്ജിദിനുള്ളിൽ ശ്രീരാമന്റെ വിഗ്രഹങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ബാബറി മസ്ജിദ് എന്ന സ്ഥലം, അത് ആ ഒരു തീർത്ഥാടന ഇടം മാറി അയോധ്യ എന്ന രാമക്ഷേത്രത്തിൻ്റെ ആവശ്യം കൂടുതൽ ശക്തമാകുന്ന, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം, സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ആ ആവശ്യം കൂടുതൽ ശക്തമാകേണ്ട ഒരു സാഹചര്യത്തിന് അടിവരയിടുന്നത് 1949 ആ ദിവസങ്ങളാണ് മനു. അതെ, ഈ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഒരു 1853 മുതൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നടക്കുന്നുണ്ട്. രാമക്ഷേത്രത്തിന്റെ അവകാശത്തെ ചൊല്ലിയും രാമക്ഷേത്രത്തിലെ ആ പള്ളി ആക്രമിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ, അതായത് ബ്രിട്ടീഷ് ഭരണകൂടത്തെ അടക്കം വലിയ തോതിൽ തലവേദനയായിരുന്നു എന്നാണ്. അവരവിടെ റെയിൽ കെട്ടി രണ്ടായി തിരിച്ചും ആളുകളെ അങ്ങോട്ടും പൂജകളൊക്കെ നടത്താനും ഒക്കെ. പക്ഷേ അതിനൊക്കെ ശേഷം ഈ 49 കൂടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു വിഗ്രഹം കണ്ടെത്തി എന്ന് പറയുകയും പണ്ഡിറ്റ് നെഹ്റു അതിന് വേണ്ട ഈ ഘട്ടത്തിലെന്തോ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത് 47 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അങ്ങനെ ഒരു ഭരണകൂടം രൂപപ്പെട്ടു വരുന്ന ആ സാഹചര്യമാണ്. 2 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന രാജ്യം പോലും രൂപപ്പെട്ടു എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം. റൈറ്റ്. അതെ, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു സ്വാതന്ത്ര്യം ലഭ്യമാകുമ്പോഴേക്കും തന്നെ ഈ വിഷയം ഒരു വലിയ ചർച്ചയായി രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ 1855 അവിടെ ഈ ബൈരംഗാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം പള്ളിക്ക് നേരെ ആക്രമണം നടത്തിയെന്നും അതിനെ അവരെ തിരിച്ച് ആക്രമിക്കപ്പെട്ടുവെന്നും ഒക്കെ ഉള്ളൊരു ചരിത്ര സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 46 ഹിന്ദു മഹാസഭ ഇതൊരു വലിയ വിഷയമായി എടുക്കുന്നു. അഖില ഭാരതീയ രാമായണ മഹാസഭ എന്നൊരു സംഘത്തിന് രൂപം നൽകുന്നു. അങ്ങനെ 46 ഈ ക്ഷേത്രം വിട്ടുകിട്ടാനുള്ള ഒരു നീക്കം ആരംഭിക്കുന്നു. അതിൻ്റെ ഭാഗമായി പിന്നീട് ഈ രാമചരിത മാനസം എന്ന ഈ കൃതി അത് ആലപിക്കുക എന്നത് ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു ദിഗ്വിജയനാഥ് എന്ന് പറയുന്ന ഒരു സന്യാസി വര്യനാണ് അതിന് നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്തു. അതിനെ തുടർന്നാണ് പിന്നീട് നമുക്ക് ഈ 49 ഇങ്ങനെ ഡിസംബർ അവസാനമാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിനകത്തൊരു വിഗ്രഹം കണ്ടെത്തി എന്നുള്ള വിവരങ്ങൾ വരുന്നു. പക്ഷേ അതിന് അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ സെക്കുലർ ഔട്ട്ലുക്ക് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന ആ മനോഭാവത്തിന് ഒരുപക്ഷെ അത് വേറെ തരത്തിലാണ് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ നെഹ്റു ഇത് നിയന്ത്രണം കൊണ്ടുവരണമെന്നൊന്നല്ല, ഏതായാലും അന്ന് അങ്ങനെ ഒരു വലിയൊരു ഈ വിഗ്രഹം അവിടുന്ന് മാറ്റണം എന്ന ആവശ്യം നെഹ്റു മുന്നോട്ട് വെച്ചിരുന്നു എന്നൊക്കെ ഉള്ള ചില ആക്ഷേപങ്ങൾ ഉണ്ട്. അന്ന് കെ നായർ എന്ന അവിടുത്തെ മലയാളിയും കൂടിയായ. തീർച്ചയായും നമുക്ക് അത്തരം ഡോക്യുമെന്റുകളിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ചുകൂടി ഗ്രാഫിക്കൽ ഡേറ്റകളിലേക്ക് പോയാൽ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഓർമ്മിച്ച് എടുക്കാൻ പറ്റുന്ന തരത്തിൽ ആണ്
നമുക്ക് ഇത് തുടരാവുന്നത് എന്ന് തോന്നുന്നു. മനു, അത് തീർച്ചയായും ഈ 49-ൽ ഇങ്ങനെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മസ്ജിദിനുള്ളിൽ നിന്ന് വിഗ്രഹങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം. അതിന് തൊട്ടു പിന്നാലെ ഈ ബാബറി മസ്ജിദ് അടച്ചിടാൻ, അതായത് പള്ളി പൂട്ടിയിടുവാനുള്ള ഒരു നിർദ്ദേശമാണ് ഉണ്ടാകുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെയാണിത്. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇത്തരത്തിലൊരു നിർദ്ദേശം, അതായത് പ്രക്ഷോഭമടക്കം ശക്തി പ്രാപിക്കുന്നതിനിടയിൽ, ആവശ്യം ശക്തി പ്രാപിക്കുന്നതിനിടയിലാണ് ബാബറി മസ്ജിദിൽ നിന്ന് വിഗ്രഹങ്ങൾ കണ്ടെത്തുന്നത്. ആ സമയത്ത് ആണ് ഈ പള്ളി പൂട്ടിയിടുക എന്ന ഒരു സജഷൻ, ഒരു നിർദ്ദേശത്തിലേക്ക് പോകുന്നത്. അതോടൊപ്പമാണ് നമുക്ക് ഈ സൂചിപ്പിക്കേണ്ടത്, അതായത് മനു ഇപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്, അതായത് വിഗ്രഹങ്ങൾ മാറ്റാൻ ജില്ലാ മജിസ്ട്രേറ്റ് വിഗ്രഹങ്ങൾ മാറ്റാൻ ഒരു കുറിപ്പ് എഴുതി നൽകി എന്നുള്ളതായിരുന്നു സൂചന. എന്നാൽ അത് മാറ്റാനായി കെ നായർ വിസമ്മതിച്ചു എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കങ്ങളിൽ ഒന്നായിരുന്നല്ലോ മനു. അതെ, അത് നെഹ്റു അങ്ങനെ അത് മാറ്റണം എന്നൊരു നിലപാട് സ്വീകരിച്ചു എന്നും, പക്ഷേ അതിന് അവിടുത്തെ പ്രാദേശിക ഉദ്യോഗസ്ഥർ, കാരണം അവർ കൂടുതലും ഈ രാം ജന്മഭൂമി അല്ലെങ്കിൽ ശ്രീരാമ ഭക്തന്മാർ എന്ന നിലയിൽ ഒക്കെ ഉള്ളവരായതുകൊണ്ട് അത് വലിയ കമ്മ്യൂണൽ വയലൻസിലേക്ക് വഴിതെളിക്കും, അത് ആളുകളെ വല്ലാതെ അപ്സെറ്റ് ആക്കും എന്നൊക്കെയുള്ളൊരു നിലപാടാണ് അന്നത്തെ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിരുന്നത്. അതിനെ തുടർന്ന് അവിടെ അതെടുത്ത് മാറ്റാനുള്ളൊരു നീക്കം വിജയിച്ചില്ല. പക്ഷേ അവിടെ വിഗ്രഹം മാറ്റുന്നതിനപ്പുറത്തേക്ക് അവിടെ കുറെ കൂടി നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നതായിരുന്നു പണ്ഡിറ്റ് നെഹ്റു ഈ പ്രശ്നങ്ങളെ ഒഴിവാക്കാനായി കണ്ട ഒരു മാർഗം. തീർച്ചയായും 1949 നിന്ന് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഉണ്ടാകുന്നത് 1986 ആണ്. 1986 രാജീവ് ഗാന്ധി ആണ് ബാബറി മസ്ജിദിനുള്ളിൽ പൂജ ചെയ്യാനുള്ള അനുവാദം നൽകുന്നത്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. ഇപ്പോൾ മനു ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടത്, ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം കോൺഗ്രസ് ഈ ചടങ്ങിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച കൃത്യമായൊരു നിലപാടിലേക്ക് പോകുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഇടത് സൈബർ പോരാളികളടക്കം വിമർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ആരാണ് ഈ പള്ളി പൂട്ടിയത് എന്നുള്ളതാണ്. അത് ജവഹർലാൽ നെഹ്റു. ആരാണ് ഇവിടെ പൂജയ്ക്ക് അനുവാദം ആദ്യമായി നൽകിയത് എന്നുള്ളതാണ്. അത് രാജീവ് ഗാന്ധി. തുറന്നതിന് ശേഷം പ്രിയങ്ക ഗാന്ധിയും ഒക്കെ അവിടെ പോയി പൂജ ചെയ്തു എന്നുള്ള വലിയ വിമർശനമടക്കം ഉന്നയിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതെ, സ്വാഭാവികമായും നമുക്കറിയാലോ അന്നത്തെ ഒരു സാഹചര്യം. 86-ലെ ഷബാനോ കേസുമായി ബന്ധപ്പെട്ട വിധി വരുന്നു, അത് വലിയ കോലാഹലം സൃഷ്ടിക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അവരുടെ മതത്തിന് നേരെ ഒരു നിയമപരമായ ഒരു നീക്കമുണ്ടാകുന്നു എന്നൊരു ആശങ്ക വരുന്നു. അപ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് മുന്നോട്ട് വരുന്നു, അതിനെതിരെ ഒരു നിയമം സൃഷ്ടിക്കുന്നു. അപ്പോൾ ഈ സസ്റ്റൈനൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കമാണല്ലോ കേസിൽ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഇന്നത്തെ ഗവർണറൊക്കെ ആ ഘട്ടത്തിൽ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഏതായാലും ആ സംഭവത്തെ തുടർന്ന് രണ്ട് വിഭാഗത്തെയും ഒന്ന് പ്രീതിപ്പെടുത്തി കളയാമെന്ന തരത്തിലാണ് രാജീവ് ഗാന്ധി ഇങ്ങനെ അവിടെ ഒരു പൂജ നടത്താൻ ഉള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുത്തത് എന്നാണ് ഇപ്പോൾ ഒരു ആരോപണം. ഏതായാലും അന്ന് അങ്ങനെ രാജീവ് ഗാന്ധി ഈ മസ്ജിദിൻ്റെ സമീപത്തായി ഒരു പൂജ നടത്താൻ ഹൈന്ദവ വിശ്വാസികൾ, ശ്രീരാമ ഭക്തന്മാർക്ക് ഒരവസരം കൊടുത്തു. അത് ഇപ്പോൾ ഇടതുപക്ഷമൊക്കെ ആരോപിക്കുന്നത് ആ 49-ൽ അത് പൂട്ടിയിട്ടെടുത്ത് നിന്ന് പിന്നീട് 3-3.5 പതിറ്റാണ്ട് കഴിയുമ്പോഴേക്കും അത് തുറന്നു കൊടുക്കുന്നു. പക്ഷെ ആ തുറന്നു കൊടുക്കുന്നിടത്തേക്ക് നിന്ന് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് പള്ളി അല്ലെങ്കിൽ തർക്കമായ പ്രദേശത്ത് കലാപമുണ്ടാകുന്നു, പള്ളി പൊളിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനൊക്കെ കാരണമായി പറയുന്നത് ഇത് തുറന്നു കൊടുത്തതിൻ്റെ ഭാഗമാണ് എന്നാണ് ഇടത് കേന്ദ്രങ്ങളുടെ ഒരു ആരോപണം. റൈറ്റ്. ഈ 86-ന് ശേഷം പിന്നീടൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ മൂവ്മെന്റ് എന്ന് പറയുന്നത് 1990-ൽ ആണ്. അത് LK അദ്വാനിയുടെ നേതൃത്വത്തിൽ നടന്ന രഥയാത്രയാണ്. ആ യാത്രയാണ് യഥാർത്ഥത്തിൽ BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയിൽ വേരോട്ടം നൽകിയത്. അതോടൊപ്പം തന്നെ ഈ രാമക്ഷേത്ര നിർമ്മാണം എന്ന ആവശ്യം ഏറ്റവും ശക്തി പ്രാപിച്ചതും അതിന് കൃത്യമായ ഒരു ധാരണയും അല്ലെങ്കിൽ ഒരു സ്വഭാവവും രൂപപ്പെട്ടത് ആ ഘട്ടത്തിലായിരുന്നു. ആ ഒരു നീക്കം ആയിരുന്നു യഥാർത്ഥത്തിൽ ഈ ബാബറി മസ്ജിദുമായി ചേർത്ത് വയ്ക്കാവുന്ന അല്ലെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി വയ്ക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കം. അങ്ങനെയല്ലേ മനു? അതെ, ഈ പിന്നെ 80കളോടുകൂടി ഈ വിഷയം ഒരു രാഷ്ട്രീയമായി ഉയരണം എന്നുള്ളൊരാവശ്യം വന്നു. ആദ്യഘട്ടത്തിൽ അത് നമ്മൾ BJPയുടെ ഒരു ഫോർമേഷൻ കഴിയുമ്പോഴേക്കും പതുക്കെ ഈ വിഷയം അവരുടെ നാഷണൽ എക്സിക്യൂട്ടീവിൽ വരുന്നു. ഡൽഹിയിൽ പാലംപൂരിൽ മറ്റും നടന്ന നാഷണൽ എക്സിക്യൂട്ടീവാണ് ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യും. പിന്നീട് അത്
അവരുടെ നാഷണൽ മാനിഫെസ്റ്റോയിൽ, ഇലക്ഷൻ മാനിഫെസ്റ്റോയിലൊക്കെ ഇടം പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് വിശ്വ ഹിന്ദു പരിഷത്തും അതുപോലുള്ള ഹൈന്ദവ സംഘടനകളും ഒക്കെ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ആയി ചെറിയ തോതിൽ ഒക്കെ രംഗത്തുണ്ടാകുമെങ്കിലും ഈ BJP ഇതിനെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി ടേക്കപ്പ് ചെയ്യുന്നതോടുകൂടിയാണ് ഇതിന് കുറേ കൂടി ഒരു പൊളിറ്റിക്കലായ രാഷ്ട്രീയമായ സ്വാധീനമുണ്ട് എന്ന് വ്യക്തമാകുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ രാഷ്ട്രീയം ശ്രീരാമക്ഷേത്രം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒക്കെ കൂടിക്കലരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ അയോധ്യ ഈ ക്ഷേത്രം ഈ രഥയാത്രയുമായി ബന്ധപ്പെട്ടാണ്. അത് വലിയ അന്നത്തെ അന്ന് വലിയ ഒരു എന്താ പറയുക ചർച്ചാ വിഷയമെന്ന തരത്തിൽ വരുന്നു. VP സിംഗ് സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരു സമയത്താണല്ലോ ഈ തരം നീക്കം നടക്കുന്നത്. അതിനെതിരെ അന്ന് പക്ഷേ കുറെ കൂടി ഇതിനെ എതിർക്കുന്ന ഒരു വിഭാഗത്തിന് കരുത്ത് പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. VP സിംഗ് കുറച്ചുകൂടി കടുത്ത നിലപാട് സ്വീകരിച്ചു. അതേസമയം ലാലു പ്രസാദ് യാദവ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റുകൾക്ക് തയ്യാറായി. ഉത്തർപ്രദേശിലും ഒക്കെ സമാജ്വാദി പാർട്ടിയും ഒക്കെ ഈ BJPക്ക് അനുകൂലമായി അല്ല അന്ന് നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. അപ്പം അത് അന്ന് ഈ ന്യൂനപക്ഷ വോട്ടുകൾ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഒരു ഭയമുണ്ടാകും എന്നതും അത് ഒരിക്കലും അനുവദിക്കാനാകില്ല എന്നുള്ളൊരു രാഷ്ട്രീയ നിലപാടായിരുന്നു അന്ന് ശക്തമായ കുറേ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ മാറ്റം വന്നെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതായത് ഒരുപക്ഷെ ഈ രഥയാത്ര തടസ്സപ്പെടും എന്ന് പ്രതീക്ഷിച്ച മേഖലയിലായിരുന്നില്ല. അതിനു മുമ്പ് തന്നെ രഥയാത്ര തടസ്സപ്പെട്ടു എന്നുള്ളതാണ് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും 1990 ഒക്ടോബർ 30-നാണ് മസ്ജിദിലേക്കുള്ള യാത്രാമധ്യേ കർസേവർക്ക് പോലീസുമായി ഏറ്റുമുട്ടുന്നത്. അതിൽ 20 പേർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ദേശീയ തലത്തിൽ അന്ന് മാധ്യമങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള സമയമല്ല. അന്ന് ടെലിവിഷൻ ചാനലുകൾ ഉൾപ്പെടെയുള്ളവയുടെ സാഹചര്യം നമുക്ക് അറിയാം. പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെയാണ് എങ്കിൽ പോലും അത് അത്രമേൽ ജനകീയമായിരുന്നില്ല എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും രാജ്യവ്യാപകമായി തന്നെ ഈ വിഷയം, അതായത് ഇത്തരം മാധ്യമങ്ങളുടെ സ്വാധീനങ്ങൾ കുറവാണ് എങ്കിൽ പോലും രാജ്യവ്യാപകമായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയായിരുന്നല്ലോ മനു. അതെ, അന്ന് അതോടുകൂടി ആണ് ഈ വിഷയം അത് ആളിക്കത്തുന്നൊരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് VP സിംഗ് സർക്കാരിൻ്റെ പിന്തുണ പിൻവലിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒരു പെട്ടെന്ന് നമ്മൾ 5 വർഷത്തേക്കാണല്ലോ ഒരു പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ബോഫോസ് അഴിമതി ആരോപണം ഒക്കെ ഉന്നയിച്ച് വിശ്വനാഥ് പ്രതാപ് സിംഗ് അങ്ങനെ കത്തിക്കയറി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു കരുത്തനായി വരുന്നൊരു സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഇന്ത്യൻ രാഷ്ട്രീയം 5 വർഷത്തേക്ക് ഒരു സ്ഥിര സർക്കാർ ഉണ്ടാകുമെന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിലാണല്ലോ ആളുകൾ വോട്ടൊക്കെ ചെയ്യുന്നത്. അത് മൊത്തത്തിൽ അങ്ങ് അട്ടിമറിക്കപ്പെടുകയും അവിടെ ആ സാഹചര്യം മാറുന്നു. അപ്പോൾ ആ പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് എന്ന് പറയുന്നതാണ് ശരിക്ക് രാജ്യം കൂടുതൽ ഒരു ചർച്ചാ വിഷയം ആക്കിയത്. പിന്നീട് അങ്ങോട്ട് ഈ അയോധ്യ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ചർച്ചാവേദികളിലെല്ലാം എപ്പോഴും ഒരു പരാമർശ വിഷയമായി മാറുകയും ചെയ്തു. തീർച്ചയായും 92 ഡിസംബറിലാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നത്. ആ സാഹചര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് വളരെ പെട്ടെന്ന് കുറച്ചുകൂടി പഴയൊരു ചരിത്രത്തിലേക്ക് പോയാൽ എങ്ങനെയാണ് ഈ ബാബറി മസ്ജിദ് എന്നത് നിർമ്മിക്കപ്പെട്ടത് എന്നുള്ള ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ഈ മുഗൾ സാമ്രാജ്യത്തിൻ്റെ വരവ്. ആ സമയത്ത് നമുക്കറിയാം ബാബറിൻ്റെ കാലഘട്ടം നമുക്കറിയാം. അങ്ങനെ ഒരു പ്രദേശം മുഴുവൻ കീഴടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. 1528 ആണ് ഈ പ്രദേശം ഉൾപ്പെടെ പിടിച്ചടക്കുന്ന ഒരു സാഹചര്യവും പിന്നീട് അവിടെ ഇത്തരത്തിൽ ബാബറി മസ്ജിദ് നിർമ്മിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് മനു. അതെ, ഇത് ഈ 1500-കളിൽ ഒക്കെ ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ക്ഷേത്രം ഉണ്ടായിരുന്നെന്നും പിന്നീട് അത് തകർത്താണ് ബാബർ അവിടെ ഇങ്ങനെ ഒരു ബാബറിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ കമാൻഡർ പള്ളി ഇങ്ങനെ നിർമ്മിച്ചത് എന്നുമൊക്കെയുള്ള കഥ പക്ഷെ പ്രചരിക്കുന്നത് കുറെ കൂടി കഴിഞ്ഞിട്ടാണ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന റെക്കോർഡുകളിലൊന്നും നമുക്ക് ഇതിനെപ്പറ്റിയുള്ള പരാമർശങ്ങൾ നമുക്ക് വലിയ തോതിൽ കാണാൻ കഴിയില്ല. ഇപ്പം 1668 വരെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലൊന്നും നമുക്ക് ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരു പള്ളി അവിടെ നിലനിന്നതിനെ പറ്റിയോ ആ പള്ളി ഉണ്ടായിരുന്നതിനെ പറ്റിയോ ഒന്നും പറയുന്നില്ല. ഇത് മിർബാക്കി എന്ന ഈ കമാൻഡർ നിർമ്മിച്ചു എന്ന് പറയുന്നത് 1528 എന്നൊക്കെ ഉള്ളൊരു ധാരണ പിന്നീട് കുറെ കൂടി വൈകിയാണ് എത്തുന്നത്. പിന്നെ വേറൊരു തരം വിശ്വാസവും അവിടെ ഉണ്ട്. 1658 മുതൽ 1707 വരെ നമ്മുടെ ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബിന്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം തകർത്ത് പള്ളി ഉണ്ടായിരുന്നത്, പള്ളി നിർമ്മിച്ചത് എന്നുള്ള വേറൊരു നമ്മളെന്താ പറയുക ഒരു നെറേറ്റീവ് കൂടി ആ കാലത്ത് പ്രചരിച്ചിരുന്നു. ഏതായാലും ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള
പലതരത്തിൽ ഉള്ള അഭിപ്രായങ്ങൾ അന്നുണ്ടായിരുന്നു. ഈ 1700-കളോടുകൂടിയാണ് രാജാ ജയ്സിങ്ങിൻ്റെ ഒരു അവിടെ ഒരു അയോധ്യയ്ക്ക് സമീപം ഭൂമി വാങ്ങി എന്നൊരു പ്രയോഗം വരുന്നത്. പിന്നീട് അതുപോലെ ഇന്ത്യ സന്ദർശിച്ച ഒരു ജസ്വിറ്റ് പ്രീസ്റ്റ് ഉണ്ട്, ജോസഫ് ടിഫൻ തലർ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹവും ഇതിനെക്കുറിച്ച് പിന്നീട് പരാമർശിക്കുന്നു. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബാബറിൻ്റെ ഒരു ഡയറികളുണ്ടായിരുന്നു, ബാബർ നാമ എന്ന ഹിസ്റ്റോറിയൻസൊക്കെ അത് വലിയ ഗൗരവത്തോടുകൂടി എടുത്ത് പഠിക്കുന്ന ഒരു കൃതിയാണ്. അതിലൊന്നും ഇങ്ങനെ ഒരു ക്ഷേത്രം തകർത്തൊരു പള്ളി നിർമ്മിച്ചതിനെ കുറിച്ചോ അങ്ങനെ ഒരു പരാമർശമില്ല. ഐൻ അക്ബരി എന്ന് പറയുന്ന അക്ബറിൻ്റെ കോടതികൾ നടപടികളെ കുറിച്ച് പറയുന്നിടത്തും ഒന്നും ഇങ്ങനെ ഒരു ഇതില്ല. ഇപ്പൊ രാമചരിത മാനസത്തിൽ ഒന്നും അങ്ങനെ നമ്മൾ കേൾക്കുന്നില്ല. പക്ഷെ പിന്നീട് ഈ 1800-കളോടുകൂടിയാണ് ഇങ്ങനെ ഇത് നേരത്തെ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രാൻസിസ് ബുക്കാനനൊക്കെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും ആ ക്ഷേത്രം തകർത്താണ് ഇങ്ങനെ ഒരു പള്ളി എന്നുള്ള ഒരു സ്ട്രക്ചർ വന്നത് എന്നുമൊക്കെയുള്ള കണ്ടെത്തലുകൾ ആളുകളിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടാകുന്നത് തന്നെ കുറെ കൂടി വൈകിയാണ്. എന്തായാലും അതെ, ഈ തരത്തിൽ അതായത് ഈ പള്ളി നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഡോക്യുമെന്റുകൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കില്ല. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ചരിത്രരേഖകളിൽ ഒന്നും തന്നെ ഈ കാലഘട്ടത്തിലാണ് ബാബറി മസ്ജിദ് നിർമ്മിച്ചത് എന്ന് പരാമർശിക്കുന്നില്ല. അതേസമയം അതിനുശേഷം പിന്നീട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പല ഭാഗത്ത് നിന്ന് നമുക്ക് വായിച്ച് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ബാബറി മസ്ജിദ് അങ്ങനെ നിർമ്മിക്കുന്നു. അതിനുശേഷം പിന്നീട് നേരത്തെ നമ്മൾ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളെക്കുറിച്ച് തന്നെയായിരുന്നു. ആ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആണ് നമ്മൾ പങ്കുവച്ചത്. 1990 വരെയുള്ള ആ പ്രതിഷേധങ്ങൾ ആണ് നമ്മൾ സൂചിപ്പിച്ചത്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഉണ്ടാകുന്നത് 1992 ആണ്. ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും നമുക്കറിയാം ഈ ശബരിമല സീസണിൽ അടക്കം, മണ്ഡല മകരകാലത്ത് അടക്കം വലിയ തോതിൽ രാജ്യം ഏറ്റവും സുരക്ഷ ശക്തിപ്പെടുത്തുന്ന ഒരു ദിവസം ആണ് ഡിസംബർ 6 എന്നത്. ഒരുപക്ഷെ പ്രേക്ഷകരെ സംബന്ധിച്ച് ഓർത്തെടുക്കാൻ വേണ്ടിയാണ് ഞാൻ അക്കാര്യം സൂചിപ്പിച്ചത്. രാജ്യത്ത് ഇപ്പോഴും ഡിസംബർ 6 വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് സുരക്ഷ വർദ്ധിപ്പിക്കാറുണ്ട്. ഒരുപക്ഷെ വിദേശ ശക്തികളടക്കം ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ, വിഘടനവാദ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ ഈ ദിവസം തിരഞ്ഞെടുക്കപ്പെടുമോ എന്ന് ആശങ്കപ്പെടാറുണ്ട്. അതിന് കാരണം മറ്റൊന്നുമില്ല. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു. മനു, അതെ, അന്ന് അത് തകർക്കപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് അതുണ്ടാക്കിയ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഏതാണ്ട് 2000-ഓളം ആളുകൾ കലാപങ്ങളിൽ മരിച്ചു. ഇപ്പോൾ ഒരു ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന പലയിടങ്ങളിലും മതം ഒരു വലിയ വിഷയമായി വന്നു. ആളുകളെ ഭിന്നിപ്പിക്കുന്നതിന് അതൊരു വലിയ ഘടകമായി വരുന്നു. അവിശ്വാസം വിവിധ മതസമൂഹങ്ങൾക്കിടയിൽ പടരുന്നതിന് അത് ഉപയോഗിച്ചു. പിന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോഴൊക്കെ ഈ ഹിന്ദു മതത്തിലെയോ മുസ്ലിം മതത്തിലെയോ വിശ്വാസികളല്ല, ഈ കൊള്ളക്കാരുടെ സംഘം വലിയ തോതിൽ നാട്ടിൽ കൊള്ളയും അക്രമവും ഒക്കെ അഴിച്ചുവിടുന്ന രീതിയുണ്ട്. അത് കവർച്ചയ്ക്കൊക്കെ ഇത് പലപ്പോഴും ഉപയോഗിക്കുന്ന ഈ സാഹചര്യം അത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഇപ്പം മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ പാർട്ടീഷന്റെ കാലഘട്ടത്തിലും ഒക്കെ വർഗീയ ലഹള എല്ലായിടത്തും പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഖുഷ്വന്ത് സിംഗിന്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന പുസ്തകത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ജഗ്ഗു എന്ന് പറഞ്ഞ ഒരു നാട്ടിലെ തെമ്മാടിയാണ് ഇതിന് മുഴുവൻ നിയന്ത്രണങ്ങൾ ഏറ്റെടുത്ത് പിന്നെ കവർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ കവർച്ചാ സംഘങ്ങൾ, കൊള്ളസംഘങ്ങൾ, തെമ്മാടികൾക്കൊക്കെ അഴിഞ്ഞാടാനുള്ള ഒരു അവസരം ഇതിൻ്റെ മറവിൽ ഉണ്ടായി എന്നതും അത് വലിയ തോതിലുള്ള പ്രയാസങ്ങൾ ജനജീവിതത്തിന് ഉണ്ടാക്കി എന്നതുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ നടന്നത്. അത് പിന്നീട് തുടർ പ്രക്ഷോഭങ്ങൾക്കും അല്ലെങ്കിൽ തുടർ സംഘർഷങ്ങൾക്കും ഒക്കെ അത് വഴിവെക്കുന്ന ഒരു സാഹചര്യം കൂടി പിന്നീട് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും എപ്പോഴും കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവർക്ക്, പുറത്തു നിന്നുള്ള ആളുകൾക്ക് ചൂഷണം ചെയ്യുവാനുള്ള അവസരമായി പലപ്പോഴും മാറാറുണ്ട്. മനു സൂചിപ്പിച്ചതുപോലെ കവർച്ചാ സംഘങ്ങൾ, സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉപദ്രവിക്കപ്പെടുന്ന സാഹചര്യം അങ്ങനെയൊക്കെ ഈ രാജ്യത്ത് സംഭവിച്ചിരുന്നു 92 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്ത ശേഷം. പിന്നീട് എങ്ങനെയാണ് ഇപ്പോൾ ഒരു ക്ഷേത്രം അവിടെ നിർമ്മിക്കപ്പെട്ടത്? അത് കോടതി നടപടികളിലൂടെ ആണ്. രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയുടെ നിർദ്ദേശപ്രകാരം ആണ് രാമക്ഷേത്രം തയ്യാറാകുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം.
റൈറ്റ്, ദ ഇലക്ഷൻ ചാനൽ തുടരുമ്പോൾ നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതുവരെയുള്ള സാഹചര്യം ആണ് പ്രേക്ഷകരുമായി വിശദീകരിച്ചത്. പിന്നീട് എന്താണ് സംഭവിച്ചത്? സ്വാഭാവികമായും ഒരു ജനാധിപത്യ രാജ്യം ആണ് ഇന്ത്യ. ആ രാജ്യത്ത് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായാൽ പിന്നീട് നിയമ സംവിധാനത്തിലൂടെ കടന്നു പോവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ നിയമ പോരാട്ടം ആരംഭിച്ചത് 1992 ഡിസംബർ 16 ആയിരുന്നു. 10 ദിവസങ്ങൾക്കകം തന്നെ അലഹബാദ് ഹൈക്കോടതിയിൽ കേസ് എത്തുന്നു എന്നുള്ളതാണ്. അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് മനു ഇതുമായി ബന്ധപ്പെട്ട നിയമ വ്യവഹാരങ്ങൾ. അതെ, ആ നിയമ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. ഇത് നേരത്തെ തന്നെ ഇത് രണ്ട് വലിയ സുപ്രധാന പഠനങ്ങൾ 1978 2003 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയിരുന്നു. അതിൽ നമ്മുടെ മലയാളി കൂടിയായ ഒരു ഗവേഷകൻ കെ മുഹമ്മദ് അദ്ദേഹം ഇതിൻ്റെ ഭാഗമാക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഒരിക്കൽ നേരിട്ട് അദ്ദേഹത്തിൻ്റെ കോഴിക്കോട്ടിലെ വീട്ടിൽ ചെന്ന് കാണുകയും ചെയ്തു. അപ്പോൾ കെ മുഹമ്മദ് പിന്നെ ഞാൻ JNUവിലാണ് പഠിച്ചതെന്നൊക്കെ അറിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങളുടെ അധ്യാപകരായിട്ടുള്ള റൊമിള താപ്പറും അതുപോലുള്ള ആളുകളുമൊക്കെയാണ് ഇങ്ങനെ അവിടെ ക്ഷേത്രം ഇല്ല എന്നൊരു കഥ ഉണ്ടാക്കി വിട്ടത്. അതിൻ്റെ ഭാഗമായാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും സങ്കീർണമായത്. സത്യത്തിൽ അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കെ മുഹമ്മദ് പറഞ്ഞത്. അതേസമയം ഞങ്ങൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ഞങ്ങളുടെ അധ്യാപകരായിട്ടുള്ള പ്രൊഫസർ KN പണിക്കർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷെറിൻ അഫ്നാറായിക്കോട്ടെ അവരൊക്കെ പറഞ്ഞിരുന്നത് ഇങ്ങനെ അവിടെ നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കുന്ന അവരുടെ നടത്തിയ പരിശോധനകളുടെ ഫലമായി ഞങ്ങളുടെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ പ്രത്യേകിച്ച് ഈ CHS എന്ന് പറയുന്ന ഹിസ്റ്ററി സെക്ഷനിൽ അവരെടുത്തിരുന്ന ചർച്ചകളിലൊക്കെ എടുത്തിരുന്ന ഒരു നിലപാട് അങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടം അതിൻ്റെ ഈ പള്ളിക്ക് താഴെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത്. അപ്പോൾ ഇത് കരുതിക്കൂട്ടി കള്ളം പറഞ്ഞതാണെന്നാണ് കെ മുഹമ്മദ് പിന്നീട് വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏതാണ് ശരി? അദ്ദേഹം പല മാധ്യമങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അഭിമുഖങ്ങൾ നൽകിയിട്ടുണ്ട്, പല ലേഖനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായി അദ്ദേഹം ആക്രമിക്കപ്പെട്ടിട്ടുമുണ്ട്. അതായത് വലിയ വിമർശനം അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. റൊമിള താപ്പറും ഒരു ലോക പ്രശസ്തയായ ഒരു ചരിത്രകാരിയാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അവരവിടുന്ന് റിട്ടയർ ചെയ്ത് പോയെങ്കിലും പ്രൊഫസർ എമിറ്റസ് എന്ന തരത്തിൽ അവർ ആ ക്യാമ്പസിൽ അവരുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. അവർ കാര്യങ്ങൾക്കൊക്കെ വരികയും ഒക്കെ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് കോഴ്സുകളൊക്കെ ആയിട്ട് അധ്യാപകരൊക്കെ അവിടെ പഠിക്കാൻ വരുമ്പോഴൊക്കെ അവർക്ക് ക്ലാസ്സുകൾ എടുക്കുന്നതൊക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു നിലപാട്. അത് പ്രൊഫസർ പണിക്കർ ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ നിലപാട് ആണ് സ്വീകരിച്ചത്. അവിടെ ഒരു ക്ഷേത്രം ഇല്ല അതിനടിയിൽ നിന്ന്. പക്ഷേ എന്തായാലും ഈ ലിബ്രഹാൻ കമ്മീഷൻ രൂപപ്പെടുന്നു. ഇപ്പം അവർ പരിശോധിച്ച് പ്രധാനമായി ഈ പള്ളി തകർക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു. അതുമായി കേസ് വരുന്നു. അതിനെ തുടർന്നാണല്ലോ നമ്മുടെ 2002 ഗോദ്ര കലാപം ഉണ്ടാകുന്നു. അപ്പോൾ ഹിന്ദു വോളണ്ടിയേഴ്സിന് നേരെ ആക്രമണമുണ്ടായി എന്ന് പറയുന്നു. അതിലും 2000-ഓളം ആളുകൾ കൊല്ലപ്പെടുന്നു. ഇതൊരു ചെറിയ വിഷയമല്ല കേട്ടോ. കാരണം ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് അന്ന് ഈ പള്ളി തകർത്തതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഏതാണ്ട് 38 ക്ഷേത്രങ്ങൾ പാകിസ്ഥാനിൽ ആക്രമണത്തിന് ഇരയായി. ബംഗ്ലാദേശിലും സമാനമായ ആക്രമണങ്ങൾ ക്ഷേത്രങ്ങൾക്ക് നേരെ ഉണ്ടായി എന്ന്. അങ്ങനെ ഇത് ഈ ന്യൂയോർക്ക് ടൈംസൊക്കെ വലിയ ഗ്ലോബൽ വാർത്ത എന്ന തരത്തിലേക്ക് ഇതിനെ കൊണ്ടുവരികയും അപ്പോൾ ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡ് വരുന്നു എന്ന ഭീതിയും ഒക്കെ അതിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ഏതായാലും അതിനൊക്കെ ശേഷം തുടർച്ചയായി ഈ കേസും കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള വാദങ്ങളും ഒക്കെ വരുന്നു. പക്ഷെ അപ്പോഴും ഈ 2005 അവിടെ നമുക്കൊരു അയോധ്യ ആക്രമണം ഉണ്ടാകുന്നു. അവിടെ തീവ്രവാദ തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നു. അവിടെ 5 തീവ്രവാദികളെയും പക്ഷേ സൈനികർ വെടിവെച്ച് കൊല്ലുന്നു. പക്ഷേ ഒരു സിവിലിയൻ അവിടുത്തെ ഒരു ഗ്രാമവാസിക്ക് പിന്നെ അപകടത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ 2007 ഈ ക്ഷേത്രത്തിൻ്റെയൊക്കെ നേതൃത്വം നൽകിയിരുന്ന MN ഗോപാൽദാസിനെ കൊല്ലുമെന്നൊക്കെ ഉള്ളൊരു ഭീഷണി ഒക്കെ ലഭിക്കുന്നു. അങ്ങനെ ഒരു പരസ്പരം ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷം നിലനിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ കേസുകളെല്ലാം കടന്നു പോകുന്നത്. റൈറ്റ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് 2020 കേസ് വീണ്ടും അലഹബാദ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പിന്നീട് ഖനനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, അതായത് കോടതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് അവിടെ ഈ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് കാര്യങ്ങൾ ഉൾപ്പെടെ പഠിക്കുക അല്ലെങ്കിൽ പരിശോധിക്കുക എന്നൊരു നീക്കത്തിലേക്ക് കോടതി പിന്നീട് പോയിരുന്നല്ലോ മനു. അതെ, അത് പിന്നെ തുടരെ ഈ വിശ്വ ഹിന്ദു പരിഷത്തും ആദ്യ ഹിന്ദു മഹാസഭ തുടങ്ങുന്നു. പിന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് ഇത് വലിയ ശക്തമായി ഏറ്റെടുക്കുന്നു. 80കളിൽ ഇതിൻ്റെ ഒരു വലിയ പ്രക്ഷോഭം അവർ തുടങ്ങുന്നു. 90കളിൽ നമുക്ക് രഥയാത്ര കാണാം. പിന്നെ ലിബ്രഹാൻ കമ്മീഷൻ ഇതുമായി വരുന്നു. അപ്പോൾ അങ്ങനെ അവസാനം ഇതിൽ പലതരത്തിലുള്ള പെറ്റീഷൻസ് വരികയാണ്. അപ്പോൾ 1950 തൊട്ട് പല പെറ്റീഷൻസ് ഉണ്ട് പിന്നെ അലഹബാദ് ഹൈക്കോടതിയിൽ. അത് പൂജ ചെയ്യാൻ അനുവദിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ആവശ്യമായി ഗോപാൽ സിംഗ് അവിടെ എന്നൊരു വിശാരദ് എന്ന ഒരു
വിശ്വാസി അവിടെ ചെന്ന് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നുണ്ട്. അതുപോലെ പരമഹംസദാസ് എന്ന അയോധ്യയിലെ ഒരു സന്യാസി വര്യനും ഇങ്ങനെ ഒരു പെറ്റീഷനായി ചെല്ലുന്നുണ്ട്. നിർമോഹി അക്കാരകൾ അവിടെ ഇതിനു വേണ്ടി രാമക്ഷേത്രം വിട്ടുകിട്ടാനുള്ള ആവശ്യമായി വരുന്നു. അതോടൊപ്പം മറുവശത്ത് UP സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് അവരുടെ ഒരു ആധിപത്യം ഇവിടെ വേണം, അവർക്കാണ് ഇതിൻ്റെ നിയന്ത്രണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ രംഗത്ത് വരുന്നു. അങ്ങനെ ഒട്ടനവധി തർക്കങ്ങൾ കോടതികളിൽ ഇതുമായൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നു. പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ അതിൻ്റെ ഭാഗമായി നടക്കുന്നു. അപ്പോൾ കോടതികളും ഒരുപക്ഷെ സമ്മർദ്ദത്തിൻ്റെയൊക്കെ ഭാഗവാക്കുകളായിട്ടുണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ആശങ്ക ആളുകൾക്കിടയിൽ പടരുകയും ഒക്കെ ചെയ്യുന്നു. ഏതായാലും ഇത് ദീർഘകാലം ഈ തർക്കം ഇങ്ങനെ വന്നു. ഒടുവിലത് സുപ്രീം കോടതിയിൽ എത്തുന്നു. 2019 ആണ് സുപ്രീം കോടതി 6 ഓഗസ്റ്റിനോ മറ്റോ ആണത് എടുക്കുന്നത്. അപ്പോൾ ഒക്ടോബർ വരെ അത് ആ തർക്ക വാദം കേൾക്കുന്നു. പിന്നെ അവസാനം അതിലേക്ക് ഒരു വിധി എന്ന നിലയിൽ സുപ്രീം കോടതി ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അവിടെ ഒന്ന് സൂചിപ്പിക്കേണ്ടത് ഈ 2010 അലഹബാദ് ഹൈക്കോടതിയുടെ ഭൂരിപക്ഷ വിധി പുറത്തു വരികയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് 2018 തർക്കവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് വിഷയം എത്തുന്നത്. അതെ, സുപ്രീം കോടതിയിലെത്തുന്നു. 2019 സുപ്രീം കോടതി അതിൻ്റെ വാദങ്ങൾ കേൾക്കുന്നത്. ഒടുവിലാണ് അൾട്ടിമേറ്റായി ഒരു ഇതിൽ വരുന്നത്. പക്ഷെ അതിനിടയിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് തകർത്തതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടിൽ നിന്നൊക്കെ പതുക്കെ BJP പുറകോട്ട് വരുന്നതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമുക്ക് കാണാൻ കഴിയും. ഇത് തങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല എന്നൊക്കെ LK അദ്വാനി പറഞ്ഞില്ല, അന്നൊക്കെ നിയന്ത്രണം വിട്ടുപോയതാണ്, പള്ളി തകർക്കുക എന്ന് തങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നു. അതേസമയം കേസുകളിൽ നിന്ന് പലരെയും കുറ്റവിമുക്തരാക്കുന്നു. പല ആളുകൾക്കും കേസുമായി ബന്ധമില്ല, അല്ലെങ്കിൽ അവരെ ഇതിന് മുൻനിരയിൽ നിന്ന ആളുകൾ കോടതികളിൽ നിന്ന് അവർക്ക് പിന്നെ അവരിതിൻ്റെ ഭാഗമല്ല എന്നുള്ള തരത്തിൽ കല്യാൺ സിംഗ് ആയാലും ഭാരതി അങ്ങനെ ഇതിനൊക്കെ വേണ്ടി പ്രക്ഷോഭം നടത്തി അല്ലെങ്കിൽ വലിയ പ്രസംഗങ്ങൾ നടത്തിയവർക്കൊക്കെ ഇതിരെ കേസുണ്ടായിരുന്നു. അതൊക്കെ കൂടി നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. LK അദ്വാനി ഉൾപ്പെടെ 19 പേർക്കെതിരെയായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതെ, അതാണ് പിന്നീട് അടുത്ത ഘട്ടമാകുമ്പോഴേക്കും ഈ 2000 ഒക്കെ ആകുമ്പോഴേക്കും ഇവർക്കെതിരെയുള്ള കേസുകൾ പലതും അതിന് അർഹമായ തെളിവുകളില്ല എന്ന തരത്തിൽ. അതായത് അത് 2001 ആണ്. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി, ബാൽ താക്കറെ ഉൾപ്പെടെയുള്ളവരെ പ്രത്യേക CBI കോടതിയാണ് അന്ന് ഒഴിവാക്കിയത്. ഒപ്പം ഈ നീക്കത്തിന് തൊട്ടു പിന്നാലെ, അതായത് 2001 ഈ CBI കോടതി അദ്വാനി ഉൾപ്പെടെ ഉള്ളവരെ ഒഴിവാക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം എന്നത് 2002 ആയിരുന്നു. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി അയോധ്യ സെൽ സ്ഥാപിക്കുന്നു. ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ഈ അയോധ്യ സെൽ രൂപീകരിക്കുന്നത്. അതായത് രാമക്ഷേത്രം നിർമ്മാണ ആവശ്യവുമായി ബന്ധപ്പെട്ട് രഥയാത്ര നടത്തുന്നത് BJP. ആ BJPയിലെ പ്രമുഖരായ ആളുകൾ പ്രതികളാക്കപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കുന്നു. വിദ്വേഷ പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് വലിയ കേസുകളൊന്നും ഉണ്ടായിരുന്നു. വിദ്വേഷ പ്രസംഗങ്ങൾ ആളുകളെ കലാപത്തിന് ആഹ്വാനം ചെയ്തു, പരസ്പരം വർഗീയത പ്രചരിപ്പിക്കുന്ന തരത്തിൽ. അപ്പോൾ അതൊക്കെ പതുക്കെ എല്ലാവരും അതിൽ നിന്ന് മാറി. ഇപ്പോൾ 2002 കലാപവുമൊക്കെ അതിൻ്റെ തുടർഭാഗമാണ് എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും മായ കൊഡ്നാനിയൊക്കെ അതിൽ നിന്ന് മാറി വരുന്ന അത് ഈ ദുർഗാവാഹിനി എന്ന് പറഞ്ഞിട്ട് BHPയുടെ ഒരു വനിതാ വിങ്ങൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരെ ഒക്കെ പക്ഷേ ഇതിൽ നിന്ന് കുറ്റവിമുക്തരാക്കുന്നൊക്കെ ഒരു സാഹചര്യം നമുക്ക് പൊതുവെ കാണാൻ കഴിയും. അതിനുശേഷമാണ് ഇതിനെ കുറച്ചൊരു നയതന്ത്ര നീക്കം എന്ന തരത്തിലേക്ക് ഇത് വരികയും ഒരു അയോധ്യ സെൽ ഒക്കെ രൂപീകരിച്ച് പ്രശ്നപരിഹാരം എന്ന രീതിയിലേക്ക് ഇത് കൊണ്ടുവരികയും ചെയ്തത്. കാരണം ഈ വാജ്പേയി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മറ്റ് സർക്കാരുകളെ പോലെയല്ല, മറ്റ് സർക്കാരുകളുടെ ഒരു അജണ്ട അല്ലായിരുന്നു രാമക്ഷേത്രം നിർമ്മാണം. അപ്പോൾ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് എന്തുകൊണ്ട് രാമക്ഷേത്രം നിർമ്മിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം പിന്നെ സംഘപരിവാർ പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് വലിയ ശക്തമായി ഉയർന്നു വരികയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ അത് നമ്മൾ ബലം പ്രയോഗിച്ചല്ല, അത് ഒരു പൊതു സമ്മതം മാത്രമല്ല, ഈ വിഷയം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. അതുകൊണ്ട് നിയമപരമായ ഒരു റെമഡി വേണം. മാത്രമല്ല പരസ്പരം ആളുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നിർമ്മിക്കാൻ കഴിയണം എന്നൊക്കെയുള്ളൊരു വാദം BJP അന്ന് ഉന്നയിച്ചു അവരുടെ പ്രവർത്തകർക്കിടയിൽ. അതിൻ്റെ ഭാഗമായി ഈ കേസിൽ വിജയിക്കുമെന്നൊക്കെ ഒരു പ്രത്യാശ ആളുകൾക്കുണ്ടായി. അതാണ് പിന്നീട് അവർക്ക് അനുകൂലമായി വരികയും ചെയ്തത്. തീർച്ചയായും പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കേണ്ടത് 92 മുതൽ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ കോടതികളിൽ കേസുകൾ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം വിവിധ ഭരണകൂടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നിലപാടുകൾ രാഷ്ട്രീയമായി കൂടി പ്രധാനപ്പെട്ടതാണ്. പക്ഷേ കോടതികളെ മറികടന്നുകൊണ്ട്
മുന്നോട്ട് പോവുക എന്നത് ഭരണകൂടങ്ങൾക്ക് സാധ്യമല്ല. അങ്ങനെ ഏതാണ്ട് കാലങ്ങളോളം ഈ വികാരം എന്നത് ഉണ്ട് എങ്കിൽ പോലും നിയമ നടപടികളുമായി ബന്ധപ്പെട്ട തുടർച്ച നിലനിന്നതുകൊണ്ട് തന്നെ ഫ്രീസറിൽ എന്ന് പറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലുമെല്ലാം അയോധ്യ എന്ന വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്തിരുന്നു. അതിലെടുത്ത് പറയേണ്ടത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ പ്രകടന പത്രികകളിൽ പോലും രാമക്ഷേത്രം നിർമ്മിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ ഒരു ഭാഗത്ത് ഇതിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ മറുഭാഗത്ത് നിയമപരമായ നടപടികൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞിരുന്നു ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ആയിരുന്നു എന്നുള്ളത്. 2019 ആണ് ഈ അവകാശ തർക്കം കേൾക്കാൻ സുപ്രീം കോടതി 5 അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നത്. ഇങ്ങനെയൊരു വിഷയമായതുകൊണ്ട് തന്നെ ഭരണഘടനാ ബെഞ്ച് ഈ വിഷയം പരിഗണിക്കണം എന്ന് കോടതി തന്നെ നിരീക്ഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഭരണഘടനാ ബെഞ്ചിലേക്ക് വിഷയം എത്തുകയും ചെയ്യുന്നതോടെയാണ് ഇതിലൊരു കോടതി വിധിയിലേക്ക് കടക്കുന്നതിൻ്റെ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് വിധി വരുന്നതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതായിരുന്നല്ലോ മനു. അതെ, സ്വാഭാവികമായും സുപ്രീം കോടതി ഇതിൻ്റെ മെറിറ്റിലേക്ക് പിന്നെ കടന്നു. ഒടുവിൽ അന്ന് ഇതൊരു സെൻസേഷണൽ ഇഷ്യൂ ആയതുകൊണ്ട് ജസ്റ്റിസ് ലളിത് പിന്മാറി എന്നൊക്കെ ഉള്ളതൊക്കെ അന്ന് വലിയ ചർച്ചയായിരുന്നു. ഏതായാലും അതിനുശേഷം രഞ്ജൻ ഗൊഗോയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് വളരെ വിശദമായി ഈ കേസ് കേൾക്കുകയും എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു വിധിന്യായം പുറത്തു വരാൻ കഴിയും എന്ന് പ്രഖ്യാപിക്കുകയും അതിനെ തുടർന്നാണ് ഈ ഇങ്ങനെയൊരു വിധി, അതായത് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനുള്ള അനുമതി ലഭിക്കുന്ന 2019 നവംബറിൽ ആണ് സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട വിധി പ്രസ്താവം ഉണ്ടാകുന്നത്. അയോധ്യയിലെ തർക്കഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കാം എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ ആ പ്രധാനപ്പെട്ട വിധി. മനു, അതെ, അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രീയ നേട്ടമായി. പിന്നെ അത് തുടർന്ന് BJP അവിടെ അതിവേഗത്തിൽ തന്നെ രാമജന്മഭൂമി ക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ട്രസ്റ്റ് ഇതിന്റെ ചുമതലകൾ ഏറ്റെടുക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പറയേണ്ടത് സുപ്രീം കോടതി തന്നെയായിരുന്നു ആ ഒരു കമ്മിറ്റിയുടെ ഒരു ഫോർമേഷൻ, എങ്ങനെയായിരിക്കണം കമ്മിറ്റിയുടെ സ്വഭാവം, ഏത് തരത്തിലാണ് ആ കമ്മിറ്റി പ്രവർത്തിക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. അതെ, പിന്നീട് അപ്പം തന്നെ ഇത് വരുമ്പോഴേക്കും പിന്നെ ഈ രാമക്ഷേത്രത്തിൻ്റെ മാതൃക തയ്യാറായി കുംഭമേളയിൽ അത് പ്രദർശിപ്പിക്കപ്പെട്ടു. നേരത്തെ നമുക്കറിയാമല്ലോ ഈ സോംപുര കുടുംബമാണ് ഇങ്ങനെ ഒരു മാതൃക തയ്യാറാക്കുന്നത്. അവർ എത്രയോ വർഷങ്ങളായി 100 ക്ഷേത്രങ്ങൾ 15 തലമുറകളായി ഇത് ഇങ്ങനെ ക്ഷേത്ര നിർമ്മാണത്തിൽ മാതൃകകൾ നിർമ്മിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ അവരുടെ ഈ ചന്ദ്രകാന്ത് സോംപുരയും മക്കളും നിഖിൽ അജീഷ് എന്നൊക്കെ പറഞ്ഞ് ആശിഷ് സോംപുര ഇവരെല്ലാം ചേർന്നാണ് ഈ മാതൃക തയ്യാറാക്കുന്നത്. പിന്നെ 20-ൽ വീണ്ടും പുതിയൊരു വാസ്തു ഇതൊക്കെ നോക്കി കൂടുതൽ ഒരു ഡിസൈൻ വന്നു. പക്ഷേ അതിൻ്റെ ആദ്യ മാതൃക ഈ കുംഭമേളയിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നു. അത് ഈ വലിയൊരു മാതൃകയാണ്. 235 അതായത് ഒരു 72 മീറ്റർ നീളം ഒക്കെ വരുന്നൊരു അങ്ങനെ ഉള്ളൊരു ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ളൊരു സങ്കല്പമാണ്. 360 അടി നീളം ഒക്കെ ഉള്ള ഏതാണ്ട് 161 അടി ഉയരം ഒക്കെ ഉള്ളൊരു വലിയ ബൃഹത്തായിട്ടുള്ള ഒരു ക്ഷേത്ര സമുച്ചയത്തെ സംബന്ധിച്ചുള്ള ഒരു പദ്ധതിയാണ് അന്ന് തയ്യാറാവുകയും ചെയ്തത്. ഒപ്പം ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കുന്നത് 2020 ഓഗസ്റ്റ് 5-നാണ്. രാമക്ഷേത്രത്തിൻ്റെ ഭൂമി പൂജ ആണ് അന്ന് നടന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചുവടുവെപ്പായി അത് മാറുന്നു. അതായത് തർക്കങ്ങൾ ഒരു ഭാഗത്ത് അവസാനിച്ചുവെന്ന് സാങ്കേതികമായി നമുക്ക് പറയാൻ സാധിക്കില്ല. തർക്കങ്ങൾ ഇപ്പോഴും, എതിരഭിപ്രായങ്ങൾ ഇപ്പോഴുമുണ്ട്. പക്ഷേ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ രാമക്ഷേത്ര നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഓഗസ്റ്റ് 5, 2020 ആണ് രാമക്ഷേത്രത്തിൽ ഭൂമി പൂജ നടത്തിയത്. അതെ, അതിൽ പ്രധാനമന്ത്രിക്ക് വളരെ നിർണായകമായൊരു റോൾ ഉണ്ടായിരുന്നു ഈ ചടങ്ങിൽ. അത് ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി BJP ഉപയോഗിച്ചു എന്നൊരു പ്രതിപക്ഷ ആയുധമുണ്ട്. അത് അവർക്ക് ഗുണവും ചെയ്തു. ഇപ്പൊ രണ്ടാം വട്ടം അധികാരത്തിലേറിയ സമയവുമായാണ്. അപ്പോൾ മാത്രമല്ല, ഇപ്പം നമുക്ക് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു വാഗ്ദാനം നമുക്കറിയാലോ, ഈ രാമക്ഷേത്രത്തിലേക്ക് ആളുകളെ സൗജന്യം കൊണ്ടുപോകും എന്നുള്ളത് ഒരു മാനിഫെസ്റ്റോ ഇലക്ഷൻ വാഗ്ദാനവും കൂടിയായിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രിക്ക് അതിനൊരു കീ റോൾ ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പൂജകൾ വരുന്നു. അപ്പോൾ ഒരു മെയിൻ പിക്ചറിലേക്ക് BJPക്ക് ഒരു പൊളിറ്റിക്കൽ അജണ്ട എന്ന തരത്തിൽ അവരുടെ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാർ എന്ന തരത്തിൽ അവരുടെ ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ അവരുടെ വലിയ വോട്ട് ബേസ് ഉണ്ടാക്കാൻ BJPക്ക് അത് ഒരു ഗുണകരമായ ഒരു ചടങ്ങായി മാറുകയും ചെയ്തു.
എന്തായാലും ഈ രാഷ്ട്രീയമാണ് ഇപ്പോൾ ഈ വർത്തമാനകാല സാഹചര്യത്തിലടക്കം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ അടക്കം BJP അതിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്ന് പറയുമ്പോൾ, അന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സമയമാണ്. വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ NDA സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് അതിനെ ആ നിലയിൽ എതിർക്കപ്പെടുക എന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്ര ആവശ്യമുള്ള ഒന്നായിരുന്നില്ല എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ഈ രാമജന്മഭൂമി ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ആ ചടങ്ങിലേക്ക്, അന്ന് നടന്ന ഈ രാമക്ഷേത്രത്തിൻ്റെ ഭൂമി പൂജയുമായി ബന്ധപ്പെട്ട ചടങ്ങിലേക്ക് 175 പ്രമുഖ വ്യക്തികളെ ആയിരുന്നു രാമജന്മഭൂമി ട്രസ്റ്റ് ക്ഷണിച്ചത് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. കോടതി നിർദ്ദേശപ്രകാരം തന്നെ ഒരു പാനൽ എന്ന് നമുക്ക് സാങ്കേതികമായി പറയാവുന്ന ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നു. ആ ട്രസ്റ്റിൻ്റെ നിയന്ത്രണത്തിലാണ് ഇത്തരം നിർമ്മാണ പ്രവർത്തികൾ ഒക്കെ നടക്കുന്നത് എങ്കിൽ പോലും അതെല്ലാം BJP ആണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. അവിടെ ഈ ഭൂമി പൂജ നടക്കുമ്പോൾ തന്നെ മറ്റൊരു വിവാദം ഉയർന്നിരുന്നു. അതിൽ LK അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവർ എല്ലാം പട്ടികയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ എടുത്തു പറയേണ്ടത്. LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയുമായിരുന്നു ആ രഥയാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. എന്നിട്ടും അവരെ എന്തുകൊണ്ട് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല, അവരെ തള്ളി എന്നുള്ള വിമർശനം അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് മനു ഇതൊന്ന് സൂചിപ്പിച്ചു പോകണമല്ലോ. അതെ, സ്വാഭാവികമായും ഈ ഇന്ത്യൻ പൊളിറ്റിക്കൽ ഒരു ചരിത്രത്തിൽ ഈ പെട്ടെന്നുള്ളൊരു BJP, അപ്പം ജനസംഘം കഴിഞ്ഞ് പിന്നെ ജനതാ പാർട്ടിയായി, പിന്നെ വീണ്ടും BJP അവിടെ വീണ്ടും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വരുന്നൊരു ഘട്ടത്തിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാലോ 2 സീറ്റ് മാത്രം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ നിന്നാണ് ഇത് ഒരു വലിയ പൊളിറ്റിക്കൽ ക്യാമ്പയിനായി BJP ഉയർത്തുന്നത്. അന്ന് ഈ രാജ്യത്തെ പല തരത്തിലുള്ള കാസ്റ്റ് പൊളിറ്റിക്സിൻ്റെയൊക്കെ ഒരു കാലമായിരുന്നു. ജാതി, OBC, പിന്നോക്ക വിഭാഗം, അങ്ങനെ വ്യത്യസ്തമായ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ ഹൈന്ദവ ഏകീകരണത്തിന് BJP ഉപയോഗിച്ചിരുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ആശയമായിരുന്നു രാമക്ഷേത്രം എന്നത്. അതിൻ്റെ ഗുണം BJPക്ക് പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകൾ കിട്ടി. പിന്നെ അത് സീറ്റ് 2 നിന്ന് 89 വരുന്നു. അങ്ങനെ ഒരു കരുത്തുറ്റ പാർട്ടിയായി BJP മാറുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് ഈ രാമക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രചാരണ പരിപാടിയും അതിന് നേതൃത്വം നൽകിയ LK അദ്വാനിയുടെ ഈ രഥയാത്രയും ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രസംഗങ്ങൾ കേൾക്കാൻ പലയിടങ്ങളിലും ആയിരങ്ങൾ തടിച്ചുകൂടുന്നു. അതുതന്നെ ഒരു BJP ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കി ഉപയോഗിക്കുന്നു. ആൾക്കൂട്ടങ്ങളെ ആകർഷിക്കാൻ അവർക്ക് കഴിയുന്നു. അപ്പോൾ അതിനുശേഷവും ഈ രഥയാത്ര എന്നത് നമ്മുടെ നാട്ടിലൊരു കോമൺ ഇതായി. ഇലക്ഷൻ്റെ സമയത്തൊക്കെ പോലും 2004 ഇലക്ഷൻ പ്രചരണത്തിന് മുന്നേ മറ്റൊരു യാത്ര നടത്തുന്നുണ്ട് അദ്വാനി. അപ്പോൾ ഈ LK അദ്വാനി നടത്തുന്ന ആ ഒരു യാത്രയിലും ഇതുപോലെ ഒരു ബസ്സൊക്കെ തയ്യാറാക്കിയിരുന്നു. അന്ന് ഈ ബസ്സിൽ ഇതുപോലെ ഹൈഡ്രോളിക് പിന്നെ ഇതൊക്കെ ഉണ്ട്, സ്റ്റാൻഡൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തു നിന്ന് അദ്ദേഹത്തിന് പൊങ്ങി മേലേക്ക് വരാനൊക്കെ കഴിയും. എന്നിട്ട് ആ ബസ്സിൻ്റെ മുകളിൽ നിന്ന് പ്രസംഗിക്കുക എന്നൊക്കെ ഉള്ള രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബസ് കാണാനൊക്കെ മാധ്യമപ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങളൊക്കെ ചെന്ന് നോക്കുകയും എന്താണ് ഈ ബസ്സിൻ്റെ സവിശേഷം എന്ന്. അപ്പോൾ അതിനും പേര് രഥം എന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഈ രഥം എന്നുള്ളത്, രഥയാത്ര എന്നുള്ളത് സാധാരണഗതിയിൽ നമ്മൾ പദയാത്ര എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് ആദ്യഘട്ടങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു ഇതുണ്ട്. ഇപ്പോൾ ദന്തി മാർച്ചൊക്കെ പറഞ്ഞ് നടന്നു പോയി ഇത് ചെയ്യുക, അല്ലെങ്കിൽ ആളുകളിൽ പദയാത്ര നടത്തുക, വാഹന പ്രചരണ ജാഥ എന്നൊക്കെയുള്ള പൊതുപ്രയോഗങ്ങളിൽ നിന്ന് ഈ യാത്രകൾക്ക് രഥയാത്ര എന്നുള്ളൊരു പേര് വരികയും അതൊരു വിജയം. രഥം എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിന് നീങ്ങുന്നൊരു അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെയൊക്കെ ഒരു വാഹനം എന്ന നിലയിൽ ഒരു കരുത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമാണല്ലോ. അപ്പോൾ അത് കൂടുതലും ഈ പോർക്കളങ്ങളിലേക്കൊക്കെ രഥം നീങ്ങുന്നു. അപ്പോൾ മറ്റ് ആളുകളൊക്കെ അതിന് വശംവദരാകുന്നു എന്നൊക്കെയുള്ളത് ഒരു സങ്കല്പം കൂടി. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കുറെ കൂടി തീക്ഷ്ണമായ ഒരു രാഷ്ട്രീയ ശൈലിക്ക് രഥയാത്രകൾ വഴിവെച്ചു എന്നതാണ്. റൈറ്റ്. എന്തായാലും പിന്നീട് ക്ഷണിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട BJP നേതാക്കൾ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഉമാഭാരതി ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കുകയും ചെയ്ത പശ്ചാത്തലം കൂടിയുണ്ട്. അതായിരുന്നു ഈ ഭൂമി പൂജയുമായി ബന്ധപ്പെട്ട വിവാദം നിലനിൽക്കുന്നത് എങ്കിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കടന്നിരിക്കുന്നു. പ്രതിഷ്ഠാ ചടങ്ങ് 22-ാം തീയതിയാണ്, ജനുവരി 22-ാം തീയതിയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കാൻ പോകുന്നത്. നിരവധി ആത്മീയ ആചാര്യന്മാരുടെ നേതൃത്വത്തിലാണ് ആ ചടങ്ങ് നടക്കുന്നത് എങ്കിൽ പോലും രാഷ്ട്രീയമായി
ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത് ആരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നു, ആരൊക്കെ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണല്ലോ മനു. അതെ, ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് നിലപാട് വേണമെന്ന് അവർക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പം മുഴുവൻ ഒരു ചർച്ചാ വിഷയമായി മാറുകയാണ്. ശശി തരൂർ പറഞ്ഞു താൻ ക്ഷേത്രത്തിൽ പോകുമെന്ന് പറഞ്ഞു. ദിഗ്വിജയ് സിംഗ് നേരത്തെ ക്ഷേത്രത്തിൽ പോകണം, ഇത് കോൺഗ്രസിൻ്റെയും കൂടി ഒരു നേട്ടമാണ് എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അദ്ദേഹം അത് എനിക്ക് ക്ഷണം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറി. അതേസമയം പിന്നെ കപിൽ സിബലിനെ പോലുള്ളവർ ഒരിക്കലും പോകില്ല എന്നുള്ള ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. യെച്ചൂരിയും ഡി രാജയും ക്ഷണം നിരസിച്ചിട്ടുണ്ട്. അപ്പോൾ മമതാ ബാനർജി ക്ഷണം നിരസിച്ചിട്ടുണ്ട്. ചിലരാകട്ടെ ശിവസേനയിൽ നിന്ന് ഇത് പോകണം എന്ന ശക്തമായ ആവശ്യമുണ്ട്. ശരത് പവാറിനെ വിളിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും NCPയിൽ മറ്റാര് പോകുമെന്നറിയില്ല. ഏതായാലും ഇത് രാഷ്ട്രീയപരമായ വീണ്ടും ഒരു ഐഡിയോളജിക്കൽ സ്പ്ലിറ്റിന് വഴിവെക്കും. ഇതിൽ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും എന്നത് വളരെ വളരെ നിർണായകമാണ്. കോൺഗ്രസിനെ ഇപ്പം സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും ക്ഷണമുണ്ട്. അവരവിടെ സോണിയാഗാന്ധിക്ക് ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റല്ല മല്ലികാർജ്ജുൻ ഖാർഗെയാണെന്ന് പറഞ്ഞാൽ പോലും നമുക്കറിയാം ഗാന്ധി കുടുംബത്തിൻ്റെ ഒരു ഇതാണ് കോൺഗ്രസ് എന്നത്. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. കോൺഗ്രസിൻ്റെ നിലപാടിനപ്പുറത്തേക്ക് സോണിയാഗാന്ധിക്കും പോകാൻ കഴിയില്ല. അപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും എന്ത് നിലപാടെടുക്കും, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഭാവി കൂടി നിർണ്ണയിക്കുന്നതായിരിക്കും ഈ ചടങ്ങിൽ അവരെന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത്. അത് കോൺഗ്രസിൻ്റെ മറ്റ് മതേതര ന്യൂനപക്ഷ പിന്തുണയൊക്കെ ഉള്ള കക്ഷികൾ ഇത് ഒഴിവാക്കണമെന്ന് ശക്തമായി ആവശ്യം അവർക്ക് മുന്നിൽ വെക്കുമ്പോൾ അതാണോ ഇനി അവർക്ക് രാഷ്ട്രീയമായി കൂടുതൽ ഗുണകരമാകുക എങ്കിൽ ഒരുപക്ഷെ അവർക്കതിൽ നേട്ടമുണ്ടാകും. പക്ഷേ അല്ലാത്തൊരു സാഹചര്യം ഉണ്ടായാൽ അത് ഒരുപക്ഷെ കോൺഗ്രസിന് വലിയ തിരിച്ചടികൾക്ക് വഴി നൽകും എന്നതുകൂടി ശ്രദ്ധേയമാണ്. റൈറ്റ്. എന്തായാലും സംസ്കാരങ്ങളുടെ ഈറ്റില്ലം എന്ന് പുകൾപെറ്റ നാടാണ് നമ്മുടെ ഭാരതം. ജാതിയിലും മതത്തിലും വേഷഭൂഷാദികളിലും എല്ലാം സംസ്കാരം കുടികൊള്ളുന്ന, നാനാത്വത്തിൽ ഏകത്വം എന്ന സവിശേഷത പുലർത്തുന്ന ഒരു നാടാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ആരാധനാലയങ്ങൾ, ആരാധനാക്രമങ്ങൾ ഇവയൊന്നും വർത്തമാന കാലഘട്ടത്തിലും മാറ്റി നിർത്താൻ നമുക്ക് പൂർണ്ണമായും സാധിക്കില്ല. രാഷ്ട്രീയവും ഈ ആരാധനകളുമായും ക്ഷേത്രങ്ങളുമായും മറ്റു ദേവാലയങ്ങളുമായും ഒക്കെ ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോഴും ഭാരതം കടന്നു പോകുന്നത് എന്നത് വസ്തുത തന്നെയാണ്. അവിടെ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരുപോലെ ഇടമുണ്ട് എങ്കിൽ പോലും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് വോട്ടാണ്. ആ വോട്ടിന് എന്ത് അനുകൂല ഘടകമാക്കാം എന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും അയോധ്യ എന്ന പേരും രാമക്ഷേത്രവും രാഷ്ട്രീയ ചർച്ചകളിൽ നിറയും. ഇന്ന് ഇലക്ഷൻ ചാനൽ ഇവിടെ പൂർത്തിയാവുകയാണ്. നമസ്കാരം. ഈ പരിപാടി